ഹലോ. മെയ് 2nd വീക്ക് തന്നെ SSLC റിസൾട്ട് ഉണ്ടാവുമെന്ന് ഡിക്ലെയർ ചെയ്തു അല്ലേ. നമ്മൾ ക്രാഫ്റ്റേഴ്സിന് SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഓർഡേഴ്സാണ് റിസൾട്ട് അറിഞ്ഞിട്ടുള്ള ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കുള്ള ട്രോഫീസ്, അതേപോലെ തന്നെ അവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോ ഫ്രെയിംസും. സോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. നോർമൽ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ ഏതൊരു ക്രാഫ്റ്റർക്കും അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും അറിയുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഗൂഗിൾ തീമിൽ എങ്ങനെയാണ് ഒരു കൺഗ്രാജുലേറ്റിംഗ് ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ട്യൂട്ടോറിയൽ വീഡിയോ. ഇതിലാദ്യം തന്നെ നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ ഫ്രെയിം എന്നടിച്ച് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗൂഗിൾ തീമിലുള്ള ഫോട്ടോസ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗൂഗിൾ തീം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ക്യാൻവയിൽ വന്നിട്ട് താഴെ കാണുന്ന പേർപ്പിൾ കളറിലുള്ള പ്ലസ് ബട്ടൺ ഓപ്പൺ ആക്കി അതിനകത്ത് നമ്മളൊരു A4 ഡോക്യുമെൻറ്റ് പോർട്രേറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. A4 സൈസിലാണ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗാലറിയിൽ നിന്ന് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗൂഗിൾ തീമിലുള്ള ഫോട്ടോ ഈ ഒരു A4 സൈസ് ഫ്രെയിമിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വൈറ്റ് റൗണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, അതിനൊന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഗാലറി ഓപ്പൺ ആക്കിയിട്ട് അതിന് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ റിസൾട്ട് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ ഫോട്ടോ കൊണ്ടുവെക്കാനുള്ള ഒരു ഫ്രെയിം സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ താഴെ ഗാലറി ഓപ്പൺ ആക്കിയിട്ട് അതിനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് അത് ഈ ഒരു ഫ്രെയിമിനകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ കൺഗ്രാജുലേറ്റിംഗ് ഫ്രെയിമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കൺഗ്രാജുലേഷൻസ് എന്ന് വിഷ് ചെയ്തിട്ടുള്ള ഒരു ഹെഡിങ്ങും കൂടെ നമ്മൾ ഈ ഒരു സെർച്ച് ബാറിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കളർ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊന്ന് ജസ്റ്റ് ലൈറ്റ് ആക്കി കൊടുക്കുകയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അതിന് ശേഷം ഫോട്ടോ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വർക്ക് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.